കാറിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി യാത്രയുടെ ആദ്യ പകുതി ദൂരം 45 km/h വേഗതയിലും രണ്ടാം പകുതി 30 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. അയാൾ ആകെ യാത്ര ചെയ്ത സമയം 4 മണിക്കൂർ 20 മിനിറ്റ് ആണെങ്കിൽ ആകെ സഞ്ചരിച്ച ദൂരം എത്ര? ഇതാണ് ചോദ്യം. അപ്പൊ ഇയാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അതിന്റെ ആദ്യത്തെ പകുതി ഇയാൾ ഏത് വേഗതയിലാണ്? 45 km/h വേഗതയിലും രണ്ടാമത്തെ പകുതി 30 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. ആകെ സഞ്ചരിക്കാൻ ഇയാളെടുത്ത സമയം 4 മണിക്കൂർ 20 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദൂരമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സ്പീഡ് എന്ന് പറയുന്നത് ദൂരം ബൈ സമയമായതുകൊണ്ട് നമുക്ക് ദൂരം ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു സമയമാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് സ്പീഡിന്റെ സമയം ചെയ്താൽ ഉത്തരം കിട്ടും. സ്പീഡ് തന്നിട്ടുണ്ടോ? സ്പീഡ് ഒറ്റയായിട്ട് തന്നിട്ടില്ല, രണ്ട് പകുതിയായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആവറേജ് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കിട്ടും. അപ്പൊ ആവറേജ് സ്പീഡ് കാണാൻ തന്നിട്ടുള്ള സ്പീഡുകൾ തമ്മിൽ കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ മതിയോ? പോരാ. അതിന് ഇക്വേഷൻ ഉണ്ട്. 2ab ഡിവൈഡഡ് ബൈ a പ്ലസ് b ആണ് രണ്ട് സ്പീഡിന്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ. അപ്പൊ 2 ഇൻറ്റു 45 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 45 പ്ലസ് 30. അപ്പൊ ഇതിൽ താഴെ 75 കൂട്ടുന്ന സമയത്ത് 2 ഇൻറ്റു 45 ഇൻറ്റു 30 ബൈ 75. ഇതിനകത്ത് 15 30 6 5. ഇവിടെ ഒരു 15, 45-നകത്ത് 3 15. 2 ഇൻറ്റു 3 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 36 km/h ആണ് ഈ യാത്രയുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സ്പീഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി ടൈം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. അതായത് 20 മിനിറ്റ് എന്നുള്ളതിന് നമുക്ക് മണിക്കൂറിലേക്ക് മാറ്റണം. 4 മണിക്കൂർ 20 മിനിറ്റ് ആണ്. മിനിറ്റിനെ മണിക്കൂറാക്കാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 4 ഒരു 20 താഴെ 3 20 4 1/3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ടൈമും കിട്ടി. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇപ്പൊ കണ്ടുപിടിച്ചു 36 ഇൻറ്റു 4 1/3 4 1/3 ചെയ്യുന്ന സമയത്ത് 4 36 144 പ്ലസ് 36 ഇൻറ്റു 1/3 12. അപ്പോൾ 156 ഉത്തരം. 156 കിലോമീറ്റർ ദൂരമാണ് ഇയാൾ ആകെ സഞ്ചരിച്ചത്.